ശ്രീ ഷാഫി ചാലിയം, ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ആദ്യം PV അൻവറിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി വരേണ്ടതാണ്, അദ്ദേഹത്തെ കൂടി അനുനയിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട രീതിയിൽ ഇന്നുപോലും PV അൻവർ പ്രതികരിച്ച സാഹചര്യമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ലീഗിൽ ഇതിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണോ? എന്താണോ കോൺഗ്രസ് തീരുമാനിക്കുക? കോൺഗ്രസ് സീറ്റാണല്ലോ. കോൺഗ്രസ് എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നതാണോ ഇനി ലീഗ് ആലോചിക്കുന്നത്? ഞാൻ ആദ്യം പ്രകാശൻ മാസ്റ്റർ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിന് ഒരു മറുപടി പറഞ്ഞിട്ട് സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 6 മാസക്കാലമായി UDF കൊണ്ടു നടക്കുകയാണ് അൻവറിനെ എന്ന്. അത് പൂർണ്ണമായി തെറ്റാണ്. അൻവർ എപ്പോഴാണ് സർക്കാരുമായും CPM എന്ന പാർട്ടിയുമായും ഇടയുന്നത് എപ്പോഴാണ് എന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. UDFുമായിട്ട് ഒരു ബന്ധവും അൻവറിന് അക്കാലത്തില്ല. അവിടെ നിലമ്പൂരിലെ ഒരു മരം മുറിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരുപാട് വീഴ്ചകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആരംഭിച്ച് പോലീസിൻ്റെ അകത്തേക്ക് കിടക്കുന്നു. പോലീസിൽ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലീസ് സേനയുടെ നിലവാരത്തിന് നിലക്കാത്ത വലിയ ബിസിനസ് സാമ്രാജ്യം അവർക്കുണ്ട് എന്ന് ഒരു ഭരണകക്ഷി MLA എന്നുള്ള നിലക്ക് അൻവർ കണ്ടെത്തുകയാണ്. കണ്ടെത്തുന്നതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ പല പ്രധാനികളും അൻവറിൻ്റെ പിറകിലുണ്ട് എന്ന് എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രതിപക്ഷ MLAമാർക്ക് ഒന്നും അറിയാൻ സാധിക്കാത്ത പല കേന്ദ്രങ്ങളുമായും അൻവറിനുള്ള ബന്ധം വെച്ച് അദ്ദേഹം ഓപ്പണായിട്ട് അടിക്കുകയാണ്. ഒരു മലപ്പുറത്ത് ഒരു SP ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ നടത്തിയ സംഭാഷണം കേരള ജനതയ്ക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ് അൻവർ. അതോടുകൂടി ഈ കേരളത്തിലെ പോലീസ് സംവിധാനം എത്രമാത്രം കുറ്റവാളികളുടെ സങ്കേതമാണ് എന്നതിൻ്റെ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. കോഴിക്കോട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, കസ്റ്റംസും പോലീസും തമ്മിൽ ചേർന്നിട്ടുള്ള ഈ സ്വർണ്ണപ്പിടുത്തം ഒരുപാട് വിഷയങ്ങളിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ എന്താണ് ഇയാൾ പറയുന്നത്? പിണറായി വിജയനെ പുകഴ്ത്തി കൂടാണ് സംസാരിക്കുന്നത്. എൻ്റെ പിതാവിന് തുല്യമാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഗോവിന്ദൻ മാഷെ പോയി കാണുന്നു. ഗോവിന്ദൻ മാഷെ കണ്ട് ഗോവിന്ദൻ മാഷും അൻവറും തമ്മിൽ ഈ വിഷയം സംസാരിച്ച് രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു വന്ന് ഞാൻ വളരെ സംതൃപ്തനാണെന്ന് അൻവർ പറയുന്നു. അൻവർ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അന്വേഷിക്കണം, അതുകൊണ്ട് പരാതിയായിട്ട് എഴുതിത്തരാൻ ഞാൻ അൻവറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. ഇങ്ങോട്ട് അൻവർ നേരെ ഇന്ദിരാഭവനിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ലീഗ് ഓഫീസിലേക്കാണ് പോയത്. അൻവർ പോയി രേഖാപരമായി എഴുതി ഗോവിന്ദൻ മാഷ് കൊടുക്കുന്നു. കൊടുത്തപ്പം ഗോവിന്ദൻ മാഷ് എന്തു പറയുന്നു? ഈ കാര്യങ്ങളൊക്കെ വെച്ച് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി പോയി കാണുന്നു. മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടു കൂടി ഈ കാര്യങ്ങളിൽ വേണ്ടത് ചെയ്യാമെന്ന് സന്തോഷവാനായി അൻവർ പറയുന്നു. ഈ ഘട്ടത്തിലൊക്കെ എവിടെ UDF? ഇതൊക്കെ എവിടെ നിന്നാണ് പിടുത്തപ്പെടുന്നത്? പിടുത്തം വിടുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് അൻവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇയാളുടെ പരാതിപ്പുറത്ത് മലപ്പുറം SPയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതെന്താ പ്രകാശ് മാഷ് ഉണ്ടാത്തത്? അൻവർ വെറും തോന്നിയാസാണ് വിളിച്ചു പറഞ്ഞെങ്കിൽ അൻവറിൻ്റെ പരാതിപ്പുറത്ത് മലപ്പുറത്തെ പഴയ SPക്ക് സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഗവൺമെൻറ്റിന് എങ്ങനെ ഉണ്ടായി? പിന്നീട് തിരിച്ചെടുത്ത് വേറെ കാര്യം, എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടായി. ഇവിടുത്തെ DGP ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ട് നമ്മൾ കണ്ടു. അവസാനമാണ് ഇതിൻ്റെയൊക്കെ ഈ ഹൊസബുള്ള വന്നതും ഇതിൻ്റെ ഒരുപാട് കഥയിലേക്ക് പോയതും പൂരം കലക്കിയതും ഇതായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. ഞങ്ങളെ സംബന്ധിച്ച് UDFുമായി സഹകരണാത്മക പാതയിലേക്ക് അൻവർ വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായത് എപ്പോഴാണ്? അതൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ പാലക്കാട്ട് എന്താ ചെയ്തത്? അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തിയത്. പാലക്കാട്ട് സ്ഥാനാർത്ഥി നിർത്തിയില്ല, ചേലക്കരയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി നിർത്തി. 4000-ഓളം വോട്ടുകൾ പാലക്കാട് ആദ്യം നിർത്തുമെന്ന് പറഞ്ഞു, പിന്നീട് സഹായത്തിനും ആദ്യം ഒരു പേരൊക്കെ വന്നിരുന്നു പാലക്കാട്. അതെ, അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്മൃതി, UDFിൻ്റെ നിയന്ത്രണത്തിലാണ് അൻവർ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് മാഷ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് UDFിൻ്റെ നിയന്ത്രണം? UDFിൻ്റെ നിയന്ത്രണത്തിലാണ് അൻവർ ഉള്ളതെങ്കിൽ ചേലക്കരയിൽ മത്സരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം DMK, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ, അല്ല ദ്രാവിഡ മുന്നേറ്റ കഴകമല്ല, ആ പേരിലൊരു സാധനം
ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം DMK-യുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ DMK-ന്റെ ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തി. അത് പിന്നെ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തൃണമൂലിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നത് എന്താണ്? ഈ സർക്കാരിനെതിരെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കും ബോധ്യപ്പെട്ടില്ല. പക്ഷേ ഒരു ഭരണകക്ഷി MLA പറഞ്ഞപ്പോൾ ഇത് വലിയ ചർച്ചയാവുകയും ജനങ്ങൾക്ക് ബോധ്യമാകുന്നതോടെത്തി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.